അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി. ഇനി ഗ്ലോബൽ സിനാരിയോ അല്ലേ. ചില രാജ്യങ്ങളിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള രാഷ്ട്രീയ പങ്കാളിത്തം തുല്യമായ രാജ്യങ്ങളുണ്ട്. ഉദാഹരണം ജർമ്മനി, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് അല്ലേ. സ്വീഡനിൽ 47% സ്ത്രീ പങ്കാളിത്തമുണ്ട് പാർലമെൻറ്റിൽ. പിന്നെ ക്യൂബ, ഐസ്ലാൻഡ്, നോർഡിക് കൺട്രീസ് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ അല്ലേ. അതായത് ഡെൻമാർക്ക്, സ്വീഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. 42% സ്ത്രീ പങ്കാളിത്തമുണ്ട്. US 22%, യൂറോപ്പിൽ 19.5%, ഏഷ്യയിൽ 18%, ആഫ്രിക്ക 18%, പസഫിക് 15%, അറബ് സ്റ്റേറ്റ് 9.4%, ഇസ്ലാമിക് കൺട്രീസാണ്. നിങ്ങൾ ഇസ്ലാമിൻ്റെ ആളൊന്നും ശരിയല്ല, അതുകൊണ്ടല്ലേ. ഓക്കെ. പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ഓഫ് വുമൺ, അജണ്ട ഓഫ് വേരിയസ് ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ആൻഡ് സിമ്പോസിയം അല്ലേ. ഒരുപാട് ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും സിമ്പോസിയങ്ങളുടെയും അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എംപവറിങ് ഓഫ് വുമൺ, സ്ത്രീകളുടെ ശാക്തീകരണം. അതൊരു അജണ്ടയായിട്ട് ഒരുപാട് കോൺഫറൻസുകൾ, സിമ്പോസിയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 1995 ബീജിയമിൽ, ചൈനയിലെ ബീജിയമിലാണ് ആദ്യമായിട്ട് കോൺഫറൻസ് നടന്നത്. ഈ കോൺഫറൻസ് നടന്നതോട് കൂടിയിട്ട് ഈ വിഷയം മുഖ്യധാരയിലേക്ക് വരികയും പിന്നെ അത് കോൺഫറൻസുകൾക്ക് ഏറ്റെടുക്കുകയും ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഓക്കെ. അങ്ങനെ അത് സ്ത്രീകളുടെ അഡ്വാൻസ്മെൻറ്റിന്, പുരോഗതിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറി. ഓക്കെ. പിന്നെ കോൺഫറൻസ് സ്ട്രെസ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ. കോൺഫറൻസുകളൊക്കെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഊന്നി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അതായത് ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. അതായത് സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ, സ്ത്രീകളുടെ തുല്യമായ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന് പറയുന്നത് അത് മാനുഷികാവകാശങ്ങളുടെ ഭാഗമാണെന്നാണ് ഈ കോൺഫറൻസുകളൊക്കെ ഊന്നി പറഞ്ഞത്. ഇന്ത്യയിൽ റിഫോം മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹെൽപ്പ് വുമൻ ടു ഗെയിൻ പവർ അല്ലേ. ഉദാഹരണം ഇൻഡിപെൻഡൻസിന് ശേഷവും ഇൻഡിപെൻഡൻസിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷമൊക്കെ ഇന്ത്യയിൽ എന്താണ് ഒരുപാട് റിഫോം മൂവ്മെൻറ്റുകൾ, അതായത് റിഫോർമേഷൻ ഉണ്ടല്ലോ, അതിന് പറയാം നവോത്ഥാനം എന്നൊക്കെ പറയില്ലേ, ഒരു റിഫോർമേഷൻ. ഓക്കെ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷം പൊളിറ്റിക്കൽ ബ്രേക്ക് ത്രൂ അല്ലേ, ബ്രേക്ക് ത്രൂ അല്ലേ, രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയാൻ പറ്റിയ സാധനമാണിത്. റിസർവേഷൻ, സ്ത്രീകൾ ലോക്കൽ ബോഡികളിൽ ഉണ്ടായ റിസർവേഷൻ. അതോടൊപ്പം തന്നെ ഇന്ത്യ മറ്റതിനേക്കാളും മികച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മറ്റ് രാജ്യങ്ങളെക്കാളും ഇന്ത്യ മികച്ചു നിൽക്കുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഒരു മൂവ്മെൻറ്റുകളോ ഒരു സംഘടനകളോ ഒരു ഹറക്കാത്തുകളോ ഒന്നും ഇല്ലാതെ തന്നെ, ഒരു വിഷയത്തിലൊരു മുന്നേറ്റം ഇല്ലാതെ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചിരുന്നു എന്നുള്ളത്. US വെസ്റ്റ് കൺട്രീസിലൊക്കെ വർഷങ്ങൾ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് എന്ത് കിട്ടിയത്? ചേച്ചിട്ട് വിളിക്കേണ്ടല്ലോ, വോട്ടവകാശം ഉണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉടനെ കിട്ടിയിരുന്നു. പിന്നെ ഇന്ത്യയിൽ പറയുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ UNOൻ്റെ സെക്രട്ടറി ആയിക്കണം, ഇന്ത്യക്കാരിയാണ്. ഇന്ദിരാഗാന്ധി PM പ്രൈം മിനിസ്റ്റർ ആയിക്കഴിഞ്ഞ്, ജയലളിത, ഉമാഭാരതി, മായാവതിയെ പോലെയുള്ള ആളുകളെ, ജയലളിത അറിയില്ല തമിഴ്നാട്ടിലത്തെ, ഉമാഭാരതി നമ്മളെ BJP ഒരു പവർട്ടിയാണ്, മായാവതിയിലെ UPത്തെ, അവരൊക്കെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അവർ ആരായിട്ടുണ്ട്? ചീഫ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അങ്ങനെ ഒരു വാർഡ് മെമ്പർ ആവുന്നതോടുകൂടി സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് ഫ്രം ഫാമിലി കിട്ടുകയാണ്. കുടുംബത്തിൽ നിന്ന് അവർക്ക് ബഹുമാനം കിട്ടുന്നു, അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്ക് ബഹുമാനം കിട്ടുന്നു. അങ്ങനെ ബഹുമാനം കിട്ടുന്ന സമയത്ത് അവരുടെ സെൽഫ് എസ്റ്റീം, ഒരു ആത്മാഭിമാനം വർദ്ധിക്കുന്നു, അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആബിലിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളൊക്കെ. അപ്പോൾ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ്, കോൺഫിഡൻസ് ഒക്കെ അതുവഴി വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോ കേട്ടോ.